ഇത് ഏതെങ്കിലും നല്ല സമൂഹത്തിന് ഉതകുന്ന ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ നന്നായിരിക്കും. അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഉണ്ടായിട്ടും സർക്കാർ കെട്ടിടം കാടുകയറി നശിക്കുന്നു. റവന്യൂ വകുപ്പിന്റെ അധീനതയിലുള്ള കീഴ്ത്തോന്നയ്ക്കൽ വില്ലേജ് ഓഫീസ് മന്ദിരമാണ് 2 വർഷക്കാലമായി ഉപയോഗിക്കാതെ കാടുകയറി നശിക്കുന്നത്. കെട്ടിടം സാമൂഹ്യ വിരുദ്ധർ താവളമാക്കിയിരിക്കുകയാണ്. മദ്യപാനവും ചീട്ടുകളിയും ലഹരി വ്യാപാരവുമെല്ലാം ഇവിടെ നടക്കുന്നുണ്ടെന്നാണ് സമീപവാസികൾ പറയുന്നത്. എന്നാൽ അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള നടപടിയും കൈക്കൊള്ളുന്നില്ല എന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. പോത്തൻകോട് പഞ്ചായത്തിലെ പാലോട്ടുകോണം മിച്ചഭൂമിയിലെ 20 സെന്റ് ഭൂമിയിലാണ് 800 ചതുരശ്രയടി വിസ്തൃതിയിലുള്ള കെട്ടിടം നിലകൊള്ളുന്നത്. കോൺക്രീറ്റ് ചെയ്ത കെട്ടിടത്തിന് മുകളിൽ ഷെഡുണ്ടാക്കി ഷീറ്റ് കൊണ്ടുള്ള മേൽക്കൂരയും നിർമ്മിച്ചിട്ടുണ്ട്. 25 വർഷം മുൻപ് നിർമ്മിച്ച ഈ കെട്ടിടത്തിലാണ് കീഴ്ത്തോന്നയ്ക്കൽ വില്ലേജ് ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. 2 വർഷം മുൻപ് പോത്തൻകോട് മിനി സിവിൽ സ്റ്റേഷൻ പ്രവർത്തനം തുടങ്ങിയപ്പോൾ വില്ലേജ് ഓഫീസ് അവിടേക്ക് മാറുകയായിരുന്നു. അന്ന് പൂട്ടുവീണതാണ് ഈ കെട്ടിടത്തിന്. കഴക്കൂട്ടം അടൂർ റോഡിൽ നിന്ന് 200 മീറ്റർ ഉള്ളിലേക്ക് മാറി സ്ഥിതി ചെയ്യുന്നതാണ് ഈ കെട്ടിടം. പല ദിവസങ്ങളിലും ഈ വളപ്പിൽ വാക്കേറ്റങ്ങളും സംഘർഷങ്ങളും ഉണ്ടാകാറുണ്ട്. അക്രമി സംഘങ്ങൾ നാട്ടുകാർക്കും ഭീഷണിയാകുന്നുണ്ട്. റവന്യൂ വകുപ്പിന്റെ കെട്ടിടമായതുകൊണ്ട് തന്നെ തങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന നിലപാടാണ് പഞ്ചായത്ത് അധികൃതർക്ക്. ഈ കെട്ടിടം ഇവിടെ കിടന്ന് നശിച്ചു പോവുകയാണ്. പഴയ വില്ലേജ് ഓഫീസാണ് ഇത്. ഇവിടെ ഒരു ആരോഗ്യ കേന്ദ്രം വരുന്നത് ഈ നാടിന് എന്തുകൊണ്ടും നല്ലതാണ്. ഇതിങ്ങനെ സാമൂഹ്യ വിരുദ്ധർ ഇവിടെ കയറിക്കിടന്ന് നശിക്കാനിടയുണ്ട്. കെട്ടിടവും ഭൂമിയും റവന്യൂ വകുപ്പ് സംരക്ഷിക്കുന്നില്ല എങ്കിൽ മറ്റേതെങ്കിലും വകുപ്പിന് കൈമാറണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ഡിജിറ്റൽ സർവേയുമായി ബന്ധപ്പെട്ട നടപടികൾ ഏകോപിപ്പിക്കുന്നതിനും ഓഫീസ് പ്രവർത്തിപ്പിക്കുന്നതിനും വാടക കെട്ടിടമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഈ കെട്ടിടം അത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പോലും അധികൃതർ തയ്യാറാകുന്നില്ല. റിംഗ് റോഡുമായി ബന്ധപ്പെട്ട പദ്ധതികളുടെ ഏകോപനത്തിനുള്ള ഓഫീസായും ഇത് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പോത്തൻകോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഉപകേന്ദ്രം ഇവിടെ ആരംഭിച്ചാൽ ധാരാളം ആളുകൾക്കാകും അത് സഹായകരമാകുന്നത്. പോത്തൻകോട്, മാണിക്കൽ, വെമ്പായം പഞ്ചായത്തുകളിൽ നിന്നുള്ളവർക്ക് ഈ കേന്ദ്രത്തിൽ ചികിത്സ തേടാനും സാധിക്കും. പോത്തൻകോട് പഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്താൻ ഗതാഗത സൗകര്യം വളരെ കുറവാണ് എന്നതുകൊണ്ട് തന്നെ ഇത് ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകും. ഇവിടെ അത്തരത്തിലൊരു ഉപകേന്ദ്രം ആരംഭിച്ചാൽ നിരവധി പ്രശ്നങ്ങൾക്ക് അത് പരിഹാരമായേക്കുമെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. എൻ്റെ ചേട്ടന് തന്നെ ഇപ്പം ഹാർട്ട് അറ്റാക്കൊക്കെ വന്ന് അപ്പോൾ ഇവിടെ അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. ആ ട്രാൻസ്ഫോമറിൻ്റെ അപ്പുറത്തിരിക്കുന്ന ശാന്തയും സുകുമാരനും അവരൊക്കെ വയസ്സായവരാണെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും സുഖമില്ലാത്തവരാണ്. പിന്നെ ഇവിടെ മിക്കവർക്കും സുഖമില്ലാത്തവർ തന്നെയാണ് ഉള്ളത്. ഇവിടെ ഒന്ന് വരുന്നത് നല്ല കാര്യമാണ്. വേണം അപ്പോഴും നമുക്ക് നമ്മളെപ്പോലെയുള്ള പാവങ്ങൾക്ക് എല്ലാവർക്കും അതൊരു സഹായമാകും. എന്ന് വെച്ചാൽ എത്രയോ പെട്ടെന്നൊരു അസുഖം വന്നാലും ഓടി നമുക്ക് ഇവിടെ വരാമല്ലോ. നമ്മൾ ഇത്രയും ദൂരെയൊന്നും പോകണ്ടല്ലോ. പിന്നെ ഇവിടെ അടുത്ത അംഗൻവാടിയുണ്ട്. പിന്നെ ഇവിടെ മിക്കവർക്കും അസുഖങ്ങളൊക്കെ ഉള്ളതാണ്. നമുക്ക് ഇവിടുന്ന് വരണത് നല്ലതാണ്. ഞങ്ങൾക്ക് നല്ല സന്തോഷമാണ് ഇങ്ങനെയൊന്ന് വരുന്നത് കാണാൻ. നാശത്തിന്റെ വക്കിൽ നിലകൊള്ളുന്ന വില്ലേജ് ഓഫീസ് മന്ദിരം സംരക്ഷിക്കാനോ ഉപയോഗിക്കാനോ ഉള്ള പദ്ധതികൾ നടപ്പാക്കിയില്ല എങ്കിൽ ഈ കെട്ടിടം അധിക നാൾ നിലകൊള്ളില്ല എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. വിസ്മയ ന്യൂസ്, പോത്തൻകോട്.